ഇന്നത്തെ വീഡിയോ എന്നത് ഒരു വളകാപ്പിൻ്റെയാണ്. വളകാപ്പ് അല്ലെങ്കിൽ സീമന്തം. ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയൊരു കൾച്ചറാണ്. ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് ഇത് കാണുന്നത് തന്നെ. റീൽസിലും വീഡിയോസിലും ഒക്കെ ഇത് നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അതിൻ്റെ കാരണം തന്നെ എൻ്റെ ബന്ധുക്കളോ ഫ്രണ്ട്സോ ഒന്നും തന്നെ ഈ ഒരു കൾച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല. കുറേ നാൾ കാത്തിരുന്നിട്ട് വീണ് കിട്ടിയ ഒരു മനോഹരമായ ഒരു ആചാരമാണിത്. ഇതിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് പോലും ഒരു ഉറപ്പില്ലായിരുന്നു. ഒരിക്കലും മിസ്സാകല്ലേ എന്ന് വിചാരിച്ച് വളരെ കഷ്ടപ്പെട്ട് പോയി എടുത്തൊരു വീഡിയോ ആണിത്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹിൽസ് ഓഫ് വിമയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഫംഗ്ഷൻ നടക്കുന്നത് ട്രിവാൻഡ്രത്ത് വെച്ചാണ്. വളകാപ്പ് എന്നത് സൗത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്, കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിലും ഹിന്ദുസ്, മുസ്ലിംസ് ഇവരുടെ ഇടയിൽ നടക്കുന്ന ഒരു ആചാരമാണിത്. ഗർഭിണികളുടെ ഒരു പരമ്പരാഗത ആഘോഷം. ഗർഭകാലത്തിൻ്റെ 7-ാം മാസം പൂർത്തിയാകുമ്പോൾ സാധാരണയായി ഈ ചടങ്ങ് നടക്കുന്നത്. ഗർഭിണിയുടെ ആരോഗ്യവും കുഞ്ഞിൻ്റെ വളർച്ചയും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്ന ഒരു ചടങ്ങാണിത്. ഈ ചടങ്ങിൽ ഗർഭിണിയുടെ കൈകളിൽ നിറങ്ങളാർന്ന ഗ്ലാസ് വളകൾ അണിയിക്കുന്നതാണ് മുഖ്യവിശേഷം. ഈ വളകളുടെ ശബ്ദം ഗർഭസ്ഥ ശിശുവിന് സന്തോഷം നൽകുകയും അമ്മയെ ദൃശ്യമോ ആത്മീയമോമായ എല്ലാ ദോഷങ്ങളിൽ നിന്ന് കാക്കുകയും ചെയ്യും എന്ന വിശ്വാസമാണ് ഇതിനു പിന്നിൽ. അതുപോലെ തന്നെ വരുന്നവർ എല്ലാവരും അമ്മയും അച്ഛനെയും മഞ്ഞളും ചന്ദനവും തേക്കുന്നു, മധുരപലഹാരങ്ങൾ കൊടുക്കുന്നു. ചടങ്ങിനിടെ ഗർഭിണിയെ അലങ്കരിച്ച സ്നേഹിതരും ബന്ധുക്കളും അവർക്ക് സമ്മാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നു. ഇതൊക്കെയാണ് ഈ ചടങ്ങിന് മെയിനായിട്ട് നടക്കുന്ന വിശേഷങ്ങൾ. ഈ വരുന്നതാണ് കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും. ഇനി ഇവിടെ വന്നിട്ട് എനിക്ക് മനസ്സിലായത്, ബാക്കിയുള്ളവരോട് ചോദിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഈ ഇരിക്കുന്ന ആൻറ്റിമാരും ചേച്ചിമാരും എല്ലാം വളകാപ്പിൻ്റെ തയ്യാറെടുപ്പിലാണ്. ആദ്യം തന്നെ ഇവിടെ വെച്ചിട്ടുള്ളത് 7 തരത്തിലുള്ള ചോറാണ്. 7 മാസം പൂർത്തിയായതുകൊണ്ട് 7 തരത്തിലുള്ള ചോറാണ് കൊടുക്കുന്നത്. തൈര് സാദം, തക്കാളി ചോറ്, ലെമൺ റൈസ്, മിൻറ്റ് റൈസ്, ടാമറിൻ റൈസ്, പിന്നെ വേറെ 2 റൈസും കൂടെ ഉണ്ട്. അതെന്തുവാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെ ഈ താലത്തിനകത്ത് വെച്ചേക്കുന്ന ഈ റൈസ്, ഇത് കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയ്ക്കും തന്നെ എല്ലാവരും കൊടുക്കും. എല്ലാവരും സ്റ്റേജിലോട്ട് വന്നിട്ട് ഇതിൽ ഓരോ സ്പൂണായിട്ട് അവർക്ക് വായിൽ വെച്ച് കൊടുക്കും, 2 പേർക്ക്. അതാണ് ചടങ്ങ്. ഈ ചടങ്ങൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ്. പിന്നീട് ഈ സ്റ്റേജിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല താളത്തിനകത്തായിട്ട് പലതരത്തിലുള്ള ഫ്രൂട്ട്സ്, പിന്നെ വെറ്റില, പാക്ക്, പിന്നെ കുറേ ചോറ്, ഡിഫറെൻറ്റ് സൈസ് ചോറ്, പിന്നെ കുറേ താലത്തിനകത്ത് മഞ്ഞളും ചന്ദനവും കുപ്പിയോളയും വെറ്റിലയും പാക്കും എല്ലാം വെക്കുന്നു. ആ താലം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് ഇവർക്ക് ചന്ദനവും വളയും മധുരപലഹാരങ്ങളും എല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് തന്നു വിടും ഈ പാത്രത്തിനകത്ത്. നമുക്കിത് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി അവർ തരുന്നൊരു ഗിഫ്റ്റായത്. അതുപോലെ തന്നെ ആ സൈഡിനകത്ത് കുറേ കുപ്പിയോളകൾ ഉണ്ടാവും. ഈ കുപ്പിയോളകളാണ് അമ്മയുടെ കയ്യിൽ ധരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 2 പൂമാല വെച്ചിട്ടുണ്ട്. അത് അച്ഛനും അമ്മയ്ക്ക് ഇട്ട് കൊടുക്കാനാണ്. ഇപ്പോൾ ഈ സ്റ്റേജിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ അമ്മയുടെ സൈഡിൽ നിന്ന് വന്ന ആൾക്കാർ 7 കൂട്ടം പലഹാരങ്ങളുമായിട്ടാണ് വരുന്നത്. ഓരോ ബോക്സ് പലഹാരം. ഈ പലഹാരം സ്റ്റേജിൽ കൊണ്ടുപോയി ഈ പലഹാരം പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് എല്ലാ ബോക്സിൽ നിന്ന് ഓരോരോ ഐറ്റം എടുത്തതിന് ശേഷം ഈ ഐറ്റമാണ് അമ്മയുടെ അച്ഛനും നമ്മളിങ്ങനെ വായിലിങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഇതവർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പൊട്ടിക്കും ഇത് ബോക്സുകൾ മൊത്തം. എന്നിട്ട് ഒരു വലിയ താലത്തിനകത്ത് എല്ലാത്തിനകത്തുനിന്നും ഓരോ ഐറ്റം വീതം എടുക്കും. ഇനി അടുത്ത ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും അച്ഛനെ സ്റ്റേജിലോട്ട് ക്ഷണിക്കും ഇവർ. അമ്മയുടെ പേര് ലീനയെന്നോ അച്ഛൻ്റെ പേര് സുബിനെന്നോ. ഇവർ സ്റ്റേജിലോട്ട് വന്നിട്ടുള്ള എല്ലാ അതിഥികൾക്കും വെൽക്കം ചെയ്യുക. എന്നിട്ട് ഇനി അവർ ആ സീറ്റിലിരിക്കും. ഇനി ചടങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യം തന്നെ സുബിന് പൂമാല ഇട്ട് ഇങ്ങനെ കൊടുക്കുന്നു. പിന്നെ ലീനയ്ക്ക് ഒരു പൂമാല അണിയിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഇവരെന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സുബിന് ഡ്രസ്സും ലീനയ്ക്ക് ഡ്രസ്സും, ഇവർക്ക് 2 പേർക്കും കൂടെ ഡ്രസ്സ് ഇവർ ഗിഫ്റ്റ് ചെയ്യുക. ലീനയ്ക്ക് ഒരു സാരി, സുബിന് ഷർട്ടും പാനും. പിന്നെ ലീനയുടെ സിസ്റ്റർ ലിഷ ചേച്ചി ദൃഷ്ടി വരാതിരിക്കാൻ വേണ്ടിയാന്ന് തോന്നുന്നു എന്തോ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ ഒഴിഞ്ഞിട്ട് അത് മിറ്റത്ത് കൊണ്ട് കളയാൻ വേണ്ടി ചേച്ചി പോയെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞു. പിന്നീട് ഇവിടെ ക്ലോസ് റിലേറ്റീവ്സ് തന്നെ, ഗ്രാൻഡ് മദർ തന്നെ ഇവർക്ക് പ്രാർത്ഥിച്ച് ഇവരെ അനുഗ്രഹിക്കുകയോ ചെയ്യുന്നു. പിന്നീട് ലിഷ ചേച്ചി ആണെങ്കിൽ ഇവർക്ക് എന്തോ സ്വീറ്റ് എന്തോ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മഞ്ഞളും ചന്ദനവും ഇങ്ങനെ തേയ്ക്കുന്നുണ്ട്.
അത് ഇവിടെ മുഖത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കും. ഈ സംഭവം തന്നെ എല്ലാവരും പിന്നീട് ചെയ്യും. മഞ്ഞളും ചന്ദനം അവരുടെ മുഖത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കും. പിന്നെ ഒരു വള ഇട്ടു. പിന്നീട് ആ 7 ടൈപ്പ് റൈസ് ഉണ്ടല്ലോ, അത് ഇവർക്ക് കൊടുക്കുക ചെയ്യുന്നത്. എല്ലാ റൈസിൽ നിന്നും ഓരോരോ ഐറ്റം വീതം ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കും. എന്തൊരു മനോഹരമായ ഒരു ആചാരമാണിത്. കണ്ട് കഴിയുമ്പം തന്നെ നമുക്കൊരു വല്ലാത്തൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഫീൽ ചെയ്യും. ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ അവരാണെങ്കിൽ കുറേ തമിഴ് മദർ ആൻഡ് ചൈൽഡിൻ്റെ കുറേ മ്യൂസിക് അവർ ഇട്ടിട്ടുണ്ട്. അപ്പം അതും നമ്മൾ ഈ സ്റ്റേജിൽ ഇവിടെ നിന്നിട്ട് ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് വല്ലാത്തൊരു എനർജി ഫീൽ ചെയ്യും. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. അടുത്ത ബന്ധുക്കളെല്ലാവരും വരും. ഫസ്റ്റ് അടുത്ത ബന്ധുക്കളാണ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ളവർ വന്നവർ മൊത്തം ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അവരുടെ തലയിൽ എനിക്കൊന്ന് ഇത് പൊരിയും പൂവും അങ്ങനെ എന്തോ ഒരു താലത്തിൽ കുറേ സംഭവം ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ വന്നിട്ട് അവരുടെ ദേഹത്ത് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നത്. പിന്നെയും വളയിടും, മഞ്ഞൾ വയ്ക്കും, കുങ്കുമം വയ്ക്കും. പിന്നെ ഈ 7 ഐറ്റംസ് ചോറുണ്ടല്ലോ, ഇതിങ്ങനെ കൊടുത്തോണ്ടേയിരിക്കും. ഓരോരുത്തരും വന്ന് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. പിന്നെ ലീനയുടെ വീട്ടിൽ നിന്ന് 7 കൂട്ട പലഹാരം കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ലേ, ആ പലഹാരം ഓൾറെഡി അത് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഐറ്റം അവരുടെ വായിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റും. 2 പേർക്കും കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് തന്നെ അങ്ങ് റിപ്പീറ്റ് ചെയ്ത് വരുന്നവരെല്ലാം ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ അങ്ങനെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനയ്ക്ക് ഇങ്ങനെ വള ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരിക്കും. ഹാൻഡിൽ ഫുള്ള് വളയായിരിക്കും. ഈ വള നമ്മൾ ഊരി വയ്ക്കാനും പറ്റത്തില്ല. ഇത് 7th മന്ത് ആകുമ്പോഴാണല്ലോ ഈ വള ഇടുന്നത്. ഇത് ഒരു 9th മന്ത് വരെ ഇത് അവർ ഊരത്തിൽ തന്നെ പൊട്ടിപ്പോണമെന്നാണ് പറയുന്നത്. ഈ താലം കണ്ടോ, ഇത് നമുക്ക് ഗിഫ്റ്റായിട്ട് തരുന്നതാണ്. നമ്മൾ ഈ ഒരു ഇത്രയും ചടങ്ങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർ നമുക്ക് ഓരോ താലം വെച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി ഗിഫ്റ്റായിട്ട് തരും. പിന്നെ ഈ വളയുടെ കാര്യം പറഞ്ഞല്ലോ, ഇത് നമുക്ക് ഊരി വെക്കാനും പറ്റത്തില്ല. ഇത് തന്നെ പൊട്ടണം എന്നാണ് അവർ അവിടെ വെച്ച് പറഞ്ഞത്. ഇത് ഒരിക്കലും ഊരി വെച്ചുകൂടാ. കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഓരോ വർക്ക് ചെയ്യുമല്ലോ, ചെയ്യുമ്പോൾ തന്നെ ഈ വള പൊട്ടിപ്പോവും. അങ്ങനെ പൊട്ടിപ്പോണം. ചിലരുടെയൊക്കെ 9th മന്ത് വരെ ഇട്ടിട്ടുണ്ടെന്ന് അവിടെ ഒരു ചേച്ചി എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഫോട്ടോസ് എല്ലാം ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ ചടങ്ങിന് പോയപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു, വളകാപ്പ് എന്ന് പറയുന്ന ചടങ്ങ് എന്താണ്, സുബിനും ലീനയും ക്രിസ്ത്യനല്ലേ, പിന്നെ എങ്ങനെ ഈ ഒരു ചടങ്ങ് വന്നു, വളകാപ്പ് എന്ന് പറയുന്ന ചടങ്ങ് ക്രിസ്ത്യൻസിൻ്റെ ഇടയിലില്ലല്ലോ, പിന്നെ എന്തിനാണ് അവർ ഈ ഫോളോ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചാൽ കുറേയൊക്കെ ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു. നമ്മൾ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ആക്ച്വലി കൊണ്ടാക്കൽ എന്ന് പറയുന്നൊരു ചടങ്ങാണ് നടത്തുന്നത്, വളകാപ്പല്ല. ഇതുപോലെ തന്നെ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ബന്ധുക്കളെല്ലാവരും വരും, 7 കൂട്ട പലഹാരം കൊണ്ടുവരും. പിന്നെ പയ്യൻ്റെ വീട്ടിൽ വെച്ച് പ്രാർത്ഥിച്ചു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അതാണ് ആ ചടങ്ങ്. അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു ചടങ്ങായത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുബിന് ലീനയ്ക്കും മധുരപലഹാരങ്ങൾ കൊടുക്കുന്നു, ചന്ദനം തേക്കുന്നു, മഞ്ഞൾ തേക്കുന്നു, പൂമാല ഇടുന്നു, പിന്നെ കയ്യിൽ മൊത്തം വള ഇടുന്നു. ഇങ്ങനൊരു ചടങ്ങ് നമ്മുടെ ഇടയിൽ നടക്കുന്നില്ല. മെയിനായിട്ടുള്ള പിന്നെ എങ്ങനെ ഇത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുബിനും ലീനയ്ക്കും വളകാപ്പ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ നടത്തണമെന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സുബിൻ്റെ അച്ഛൻ്റെ വീടെന്ന് പറയുന്നത് ചെന്നൈയിലാണ്. അപ്പോൾ അവർ ട്രിവാൻഡ്രത്താണ് ഇപ്പോൾ താമസിക്കുന്നതെങ്കിലും ചെന്നൈയിൽ. അപ്പോൾ അവരുടെ റിലേറ്റീവ്സ് എല്ലാം ചെന്നൈയിലുള്ളവരാണ്. അപ്പം തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൾച്ചർ ഫോളോ ചെയ്യുന്നത്. അവിടെ ക്രിസ്ത്യൻസ്, ഹിന്ദു, മുസ്ലിംസ് അങ്ങനെ ഒന്നുമില്ല. എല്ലാ തമിഴ് ആൾക്കാരും 7th മന്ത് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ അവർ ഈ ഒരു വളകാപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നടത്തും, ക്രിസ്ത്യൻസിൻ്റെ ഇടയിലും നടത്തും. അപ്പോൾ എവർക്കും ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സുബിൻ്റെ അച്ഛൻ്റെ സിസ്റ്റേഴ്സിനും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അവർ ചെന്നൈയിൽ നിന്ന് സിസ്റ്റേഴ്സ് എല്ലാം കൂടി ഇവിടെ വന്ന് അവർക്ക് വേണ്ടി ഈ ഒരു ചടങ്ങ് നടത്തി കൊടുക്കുക ചെയ്യുന്നത്. കാരണം എവർക്കും ഇതിനെപ്പറ്റി അറിയില്ല. നമ്മളൊക്കെ റീൽസിലും ഇൻസ്റ്റഗ്രാമിലും കണ്ടിട്ടല്ലേ ഉള്ളൂ ഒരു ചടങ്ങ് നടത്താനെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് നമുക്ക് എല്ലാവർക്കും ഇത് പറഞ്ഞു തരും. അതുപോലെ തന്നെ നമ്മൾ കുറേ പേര് അവിടെ ചെന്നിട്ട് നമുക്കിതൊന്നും ചെയ്യാൻ അറിയാതെ വണ്ടറടിച്ച് നിന്നപ്പോഴും അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തു. നമ്മൾ ഈ ഫംഗ്ഷൻ ആണെങ്കിൽ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്തത്. അതുപോലെ തന്നെ നല്ലൊരു ഫംഗ്ഷനല്ലേ, നല്ലൊരു കൾച്ചറല്ലേ. മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനയുടെ സന്തോഷം, അതല്ലേ ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. അവൾ നല്ല ഹാപ്പിയാണ്, അത് കാണുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്. അമ്മ ഹാപ്പി ആകുമ്പോൾ തന്നെ കുഞ്ഞ് ഓൾറെഡി ഹാപ്പി ആവുമല്ലോ. അപ്പോൾ
അപ്പോൾ അതൊക്കെ ഓർത്തുകൊണ്ടാണ് ഈ ഒരു ഫംഗ്ഷൻ നടത്തുന്നത് മെയിനായിട്ടുള്ള കാരണം. പിന്നീട് ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി. ഫുഡിനകത്ത് തന്നെ ഈ 7 ഐറ്റംസ് റൈസ് ഉണ്ടല്ലോ, അത് നമുക്ക് എടുക്കാൻ പറ്റും, അവിടെ വെച്ചിട്ടുണ്ട്. ഫുഡ് ഞാൻ വെജിറ്റേറിയൻ ആയിരുന്നു പ്രതീക്ഷിച്ചെന്നത്, പക്ഷേ നോൺ വെജ് ഉണ്ടായിരുന്നു. അത് തന്നെ ഏറ്റവും വലിയ കാര്യമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, നല്ല ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ലീനയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന 7 ബോക്സസ് ഉണ്ടല്ലോ, അതിൽ നിന്നുള്ള പലഹാരം നമുക്ക് പാക്ക് ചെയ്ത് തന്നു വിടും. വരുന്ന എല്ലാവർക്കും തന്ന് അവർ വിടും. അങ്ങനെ ഗിഫ്റ്റുകളും ഇതുപോലെ സമ്മാനങ്ങളും എല്ലാം നമുക്കും കിട്ടി. നല്ല ഹാപ്പി ആയിരുന്നു. നല്ലൊരു ഫംഗ്ഷന് അറ്റൻഡ് ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത്. ഇനി ഇതുപോലത്തെ ഉള്ള ഏതെങ്കിലും ഫംഗ്ഷൻസ് നമുക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. എന്നാൽ പിന്നെ ശരി, ഓക്കെ, ബൈ.